ദിലീപിന്റെ നാടകീയ അറസ്റ്റിൽ ആരാധകർ മാത്രമല്ല സിനിമാ ലോകം ഒന്നടങ്കം നടുങ്ങി. കോടതി ജാമ്യം അനുവദിക്കാതിരുന്നതോടെ ദിലീപിന്റെ ജയിൽ ജീവിതം 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ദിലീപിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. ആരാധകരുടെ ഹർഷാരവങ്ങൾക്ക് നടുവിലൂടെ മാത്രം നടന്നിട്ടുള്ള ജനപ്രിയ നായകനെ ജനം കൂകി വിളിക്കുന്നതിനും കേരളം സാക്ഷിയായി. പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണമെന്ന്. ഈശ്വര, സർവ്വതും മംഗളമായി ഭവിക്കണേ. ദിലീപിനെ വെറുതെ വിട്ടു. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ദിലീപിനെ വെറുതെ വിട്ടു. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതായിരിക്കാം അതിനുള്ള കാരണം. ദിലീപ് ഈ കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഇനിയാണ് എന്റെ ഷോ. വാട്ടി മിസ്സേ ആകാതെ